Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. മാം ഇപ്പോൾ ഒരു 2 അസൈൻമെന്റ്സ് തന്നത് അത് ഞങ്ങളുടെ ഇത് മോണ്ടിസോറി സിലബസിൽ ക്ലിയർ അല്ല മാം. അതൊന്നുമില്ല, ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പം അത് എന്താണെന്ന് അറിയില്ല. അപ്പം അതൊന്നും കൂടി ഒന്ന് മര്യാദക്ക് ഇടാൻ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് ക്ലിയർ ആയില്ല. ഏത് അസൈൻമെന്റാ? മാം എന്തോ പുതിയതായിട്ട് 2 അസൈൻമെന്റ്സ് എന്തെങ്കിലും തന്നിരുന്നോ മാം? റീസെന്റ് ആണോ? അതെ അതെ അതെ, തന്നിട്ടില്ലല്ലോ. ഒന്നും തന്നിട്ടില്ല. അപ്പൊ പഴയ അസൈൻമെന്റ്സ് തന്നെയാണുള്ളത്. അസൈൻമെന്റ്സ് ആണ്, ഒന്നും കാണുന്നില്ല. ക്ലാസ് റൂമില് അസൈൻമെന്റുകൾ ഒന്നും കാണുന്നില്ല. എല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. ആണോ? അത് ഞാൻ ഒന്ന് സിനിരാജ് സാറിനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് നന്നായിരിക്കും മാം. ഓക്കെ. താങ്ക് യു മാം. We will start with our prayer. Anyone is ready, then please. Miss, ഞാൻ ചൊല്ലട്ടെ. Yes, please. Hello, Miss. Miss കേൾക്കാമോ? Yes, please. കേൾക്കാം. Okay. Okay, Miss. When it dawned,
I saw a bright sun. In that light, I saw a golden beetle that was eating flowers and pollen. I also heard the beautiful sweet song of the birds. I heard the song of the streams and the woods and the sweet melody of the flower, lucky to live in this beautiful universe. Thank you. Okay. One second, okay. Unit ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. Okay, so we were dealing with cognitive development. അല്ലെ, നമ്മളൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുട്ടികളിലെ പല മാറ്റങ്ങളും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും. സോ അത് ഓരോരുത്തരുടെ ഒബ്സർവേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിയാഗെറ്റിന്റെ കാര്യം പറഞ്ഞു, എറിക്സന്റെ കാര്യം, സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പറഞ്ഞിരുന്നു, പിയാഗെറ്റിനായിരുന്നു പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടില്ല തോന്നണ കേട്ടോ, പറഞ്ഞിട്ടില്ല. ജീൻ പിയാഗെറ്റിന്റെ പറഞ്ഞു. ജീൻ പിയാഗെറ്റിന്റെ ഞാൻ ലിങ്ക് അയച്ചു തന്നിരുന്നു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഏജ് 2 to 7 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. യെസ് മാം. സോറി, മോട്ടർ സ്റ്റേജ്, ബർത്ത് ടു ഏജ് 2. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായില്ലേ? ലിങ്ക് കിട്ടിയിരുന്നോ? യെസ്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിയാഗെറ്റിന്റെ കുറെ കാര്യങ്ങൾ അതിലുണ്ട്. അതിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്യാവുന്നത് മാത്രം നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് അത് നോട്ടായിട്ട് സൂക്ഷിക്കുക. ലിങ്ക് സൂക്ഷിക്കുക മൊബൈലില്. മാക്സിമം സ്പേസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ലിങ്ക് സൂക്ഷിച്ചു വെക്കുക. കാരണം അത് വായിക്കാൻ കുറച്ചധികം ഉണ്ട്. പിന്നെ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആ ഒരു സ്റ്റേജസിനെ കാണിക്കുന്ന ചില വീഡിയോസ് ഒക്കെ ആ ലിങ്കിന്റെ കൂടെയുണ്ട്. ഓക്കെ, അപ്പൊ പിയാഗെറ്റ് ഓക്കെയാണ്. എറിക്സന്റെ സ്റ്റേജസ് ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞു മാം, എറിക്സണും പിയാഗെറ്റും കഴിച്ചതായിരുന്നു. ഇനി സിഗ്മണ്ട് ഫ്രോയിഡ് ആണുള്ളത്. 8 സ്റ്റേജ് ഉള്ളത് എറിക്സന്റെ. ഇല്ലേ, അങ്ങനെ പറഞ്ഞു. ഓരോ സ്റ്റേജിലും ഫസ്റ്റ് അമ്മയോട് അല്ലെങ്കിൽ കെയർ ഗീവർ ആരാണോ അവരോട് ഒരു അഫിനിറ്റി, ഒരു ബോണ്ടിങ് വരുന്നതൊക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ 8 സ്റ്റേജ് നമ്മള് എറിക്സന്റെ പറഞ്ഞു. എറിക്സന്റെ പിയാഗെറ്റിന്റെ ഒക്കെ നോക്കുമ്പോ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും പക്ഷെ ഇപ്പോഴുള്ള പല ഫോളോവേഴ്സും റിസർച്ചേഴ്സ് അവരെല്ലാം ചില ഒബ്സർവേഷനിൽ എത്തിയിരുന്നു. അതെന്തായിരുന്നു അത്? വിഗ്ഡോസ്കിയുടെ ഞാൻ പറഞ്ഞിരുന്നോ? വിഗ്ഡോസ്കി എന്നുള്ള പേര് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറഞ്ഞു. വിഗ്ഡോസ്കിയുടെ സ്റ്റേജസ് വിഗ്ഡോസ്കിയുടെ ഇതിലേക്ക് പോവാം. നാളെ അതിന്റെ ലിങ്ക്. പിന്നെ ഹെലൻ കെല്ലറിനെ കുറിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ അത് ഞാൻ അതൊരു അസൈൻമെന്റ് പോലെ നാളെ ക്ലാസ് റൂമിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാരും അത് പ്രിപ്പയർ എന്തോ ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു.
ഹെലൻ കെല്ലറുടെ ടീച്ചർ ആനി സെലവനുമായിട്ട് അങ്ങനെ 2 പേര് ചേർന്നൊരു പെയർ ആക്ടിവിറ്റി നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും നല്ലതായിരിക്കും. കാര്യം ഓൺലൈൻ ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ ഏതെങ്കിലും ഒരു കോൺടെസ്റ്റ് അവരുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് 2 പേർക്ക് ചേർന്ന് അത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചെയ്യാം. ക്ലാസ്സിൽ ആ ആക്ടിവിറ്റി ഒന്ന് കാണിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് വിഗ്ഡോസ്കിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. വിഗ്ഡോസ്കി എന്ന് പറഞ്ഞ ഒരു സോഷ്യോ കൾച്ചറൽ തിയറി ആയിരുന്നു. പിയാഗറ്റിന്റെ സ്റ്റേജസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട് പിയാഗറ്റ് പറഞ്ഞപ്പോൾ വിഗ്ഡോസ്കി അത് സോഷ്യൽ കൾച്ചറൽ തിയറി ആയിട്ട് പറഞ്ഞു. നമുക്ക് എറിക്സൺ എങ്ങനെയാ പറഞ്ഞത്? എറിക്സൺ 8 സ്റ്റേജസ് ആയിട്ടായിരുന്നു എറിക്സൺ പറഞ്ഞത്. എറിക്സന്റേത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റും സിഗ്മണ്ട് ഫ്രോയിഡോ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. എറിക്സൺ സൈക്കോ സോഷ്യൽ ആയിരുന്നെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ സെക്ഷൽ ആയിരുന്നു. പിന്നെ പിയാഗറ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ട് 4 സ്റ്റേജസ് ആയിട്ട് പറഞ്ഞു. പിന്നെ വിഗ്ഡോസ്കി സോഷ്യോ കൾച്ചറൽ സ്റ്റേജസ് ആയിട്ടാണ് പറഞ്ഞത്. സോഷ്യലൈസ് ചെയ്യുക അതായിരുന്നു വിഗ്ഡോസ്കിയുടെ രീതി. സോഷ്യോ കൾച്ചറൽ തിയറി എന്നാണ് പറഞ്ഞത്. മാം വിഗോട്സ്കി പേരൊന്നുകൂടെ പറയോ? എന്തോ ആ നെയിം ഒന്നുകൂടെ പറയോ? വിഗ്ഡോസ്കി നെയിമാണോ? The major development stage of cognitive ability during the period they are during the basic school period, the child ability to consume information and accumulate ideas increase and his memory become more efficient. His capacity to generalize as well as ability for logical things increase. സോറി മിസ്സേ, ഞാനത് വെറുതെ വായിച്ചു നോക്കിയതായിരുന്നു. മൈക്ക് ഓണാക്കി അറിഞ്ഞില്ല. സോഷ്യോ കൾച്ചറൽ തിയറി ആയിരുന്നു. അതായത് നമ്മൾ സോഷ്യലൈസ് ചെയ്യില്ലേ, നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് ജോയിൻ ചെയ്ത് പല ആക്ടിവിറ്റീസ്, പ്രെയർ, വീട്ടിൽ നമ്മൾ പ്രെയർ ചെയ്യുന്നത്, പിന്നെ നമ്മള് എന്താ പറയാ, ഈവൻ നമ്മളുടെ ഇഷ്ടപ്പെട്ട് ചില ആളുകൾ ഫാമിംഗ് ഒക്കെ ചെയ്യും, മൃഗങ്ങളെ വളർത്തുന്നുണ്ടാകാം, അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ ഇൻകമിന് വേണ്ടിയിട്ടും അല്ലാതെയും നമ്മൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കോഴിയെ വളർത്തുന്നവരുണ്ടാവും, താറാവിനെ വളർത്തുന്നവരുണ്ടായിരിക്കും. അങ്ങനെ എന്താണോ വരുമാനം കിട്ടും, ഒരു മനസ്സിനൊരു സന്തോഷം, സമയം പോകും, അങ്ങനെ ചെയ്യുന്നത്. അവിടെ ആര്യലക്ഷ്മി വിഗ്ഡോസ്കിയുടെ ഫുൾ നെയിം എഴുതിയിട്ടുണ്ട്, ലവ് വിഗ്ഡോസ്കി എന്ന് പറഞ്ഞിട്ട്. വിഗ്ഡോസ്കി പറയണത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ സോഷ്യൽ ഇന്ററാക്ഷൻ. നല്ല പോലെ സോഷ്യലി നമ്മൾ ഇന്ററാക്ട് ചെയ്താൽ, സോഷ്യലൈസ് ചെയ്താൽ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇസ് മോർ ഗുഡ് എന്നാണ് വിഗ്ഡോസ്കി പറയുന്നത്. സോഷ്യലൈസ് കുറയും തോറും ഡെവലപ്മെന്റിൽ അതിന്റെ ഡിഫറൻസ് കാണും. അതായത് വിഗ്ഡോസ്കിയുടെ ഒരു ഒബ്സർവേഷൻ. ലിങ്ക് ഞാൻ നാളെ തരാം. കുറച്ചധികം വായിക്കാനൊക്കെ ഉണ്ട്, ആവശ്യമുള്ളത് മാത്രം പറഞ്ഞിട്ട്. പിയാഗറ്റിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒക്കെ വെച്ചിട്ട് 4 സ്റ്റേജസ് ആയിട്ട് പിയാഗറ്റ് പറഞ്ഞു. കുട്ടികളുടെ ലേണിംഗ് പ്രോസസ് ആണ് ആ 4 സ്റ്റേജസിലൂടെ പിയാഗറ്റ് നമ്മൾ കാണിച്ചു തന്നത്. ആ ഒരു 4 സ്റ്റേജസ് ഡെവലപ്മെന്റിന്റെ, അതിലൂടെ കുട്ടികൾ എന്തെല്ലാം ലേൺ ചെയ്യും, അതായിരുന്നു പിയാഗറ്റ് പറഞ്ഞത്. വിഗ്ഡോസ്കിയുടെ ഓൾമോസ്റ്റ് ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ തിയറി തന്നെയാണ്. പക്ഷെ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് കൂടുതലും ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ വിഗ്ഡോസ്കി പറയുന്നത് ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്നവരിലും ഡെവലപ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ ഒരു കൾച്ചർ ഉണ്ട്, യൂറോപ്യൻ കൺട്രീസിൽ വേറൊരു കൾച്ചർ ആയിരിക്കും, മിഡിൽ ഈസ്റ്റിൽ വേറൊരു കൾച്ചർ ആയിരിക്കും. അപ്പൊ ഓരോ കൾച്ചറിനനുസരിച്ചും ഡെവലപ്മെന്റ് മാറുന്നു. അതാണ് സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോഷ്യലൈസ് ചെയ്യുന്നതും കൾച്ചർ ഡിഫറൻസും ഡെവലപ്മെന്റിനെ
ഡെവലപ്മെന്റുമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് വിഗോട്സ്കി പറയുന്നത്. പക്ഷെ പിയാഗറ്റ് എന്താ പറയുന്നത്, ചൈൽഡ്ഹുഡ് ഇന്ററാക്ഷൻസ് അതുപോലെ തന്നെ യൂണിവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നത് അതെല്ലാം ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതായിരുന്നു പിയാഗറ്റിന്റെ ഒരു ഒബ്സർവേഷൻ. അത് ഡെവലപ്മെന്റ് ലാർജ്ലി യൂണിവേഴ്സൽ ആണെന്നാണ് പിയാഗറ്റ് പറയുന്നത്. എല്ലാരും പറയുന്ന തിയറി ലേണിംഗ് പ്രോസസ്സും ഡെവലപ്മെന്റുമാണ്. അത് വിഗോട്സ്കി സോഷ്യലൈസ് ചെയ്യുന്നതും കൾച്ചർ ഡിഫറൻസ് പറഞ്ഞപ്പോൾ പിയാഗറ്റ് പറയുന്നത് ചൈൽഡ്ഹുഡ് സമയത്ത് ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ അതൊരു സംപാർട്ട് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ തന്നെയാണ്. പിന്നെ യൂണിവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഡെവലപ്മെന്റ്. അതാണ് പിയാഗറ്റ് പറഞ്ഞത്. ഡെവലപ്മെന്റ് ലാർജ്ലി യൂണിവേഴ്സൽ എന്നാണ് പിയാഗറ്റ് പറയുന്നത്. എങ്ങനെയാണ് ഒരു നോക്കുമ്പോ രണ്ടിലും പറയുന്ന കാര്യങ്ങൾ ഡെവലപ്മെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ രണ്ടും തമ്മിൽ എങ്ങനെ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. നമ്മള് പലപ്പോഴും ക്ലാസ് റൂമുകളിൽ ഈ റോൾ പ്ലേകൾ കുട്ടികളുടെ നടത്തുമ്പോൾ അവർ കുറെ കൂടെ സോഷ്യലൈസ് ചെയ്യുന്ന വിഗോട്സ്കി പറഞ്ഞത്. ആ ഒരു ഇപ്പം ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തില് ഡൗൺ ആണെങ്കിൽ അത് പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ ഒരു റോൾ പ്ലേ വെച്ചിട്ട് ആ കുട്ടിക്ക് അതിനകത്ത് ആ ഒരു റോള് കൊടുക്കുമ്പോൾ അവൻ കുറച്ചുകൂടെ ഹാപ്പി ആകുന്നു. ഭയങ്കര ഡൗൺ ആയിട്ട് വിഷമിച്ചിരിക്കുന്ന കുട്ടിയെ നമ്മൾ അതിനനുസരിച്ച് ഒരു സിറ്റുവേഷൻ ഒരു റോൾ പ്ലേ ആക്കി കഴിഞ്ഞ് ചെയ്യിക്കുവാണെങ്കിൽ ഹി വിൽ ബി ഹാപ്പി. അതായിരുന്നു വിഗോട്സ്കിയുടെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞത്. സോഷ്യോ കൾച്ചർ ഇത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യങ്ങള്. ക്ലാസ് റൂം സെറ്റിംഗ് നമ്മളിപ്പോ ഒരു ക്ലാസ്സിലെത്താൻ പോകുമ്പോൾ ആ ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് വെച്ചിട്ട് നമുക്ക് ആ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യണം. ഒബ്സർവേഷൻ തന്നെയാണ്. മറിയ മോണ്ടിസോറി പറഞ്ഞ ഒബ്സർവേഷൻ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു റോൾ പ്ലേ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അഡൾട്ടിന്റെ കയ്യിൽ ഒരു അഡൾട്ട് ആയിട്ട് ആരാണോ ഉള്ളത്, അപ്പൊ അവിടെ ആ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണുള്ളത് അല്ലെങ്കിൽ ഡയറക്ടറസ് ആണുള്ളത്. ആ ഫെസിലിറ്റേറ്റർ കുട്ടികളെ ഗൈഡ് ചെയ്യും. അവരെ പഠിപ്പിക്കുകയല്ല, അവരെ ഗൈഡ് ചെയ്യുവാണ്. പലപ്പോഴും കുട്ടികളുടെ ഭാഗത്തുനിന്ന് നല്ല കുറെ പ്രോംപ്റ്റും കുറെ റെസ്പോൺസും ഉണ്ടാവും. അതിനനുസരിച്ച് ആ റോൾ പ്ലേ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മോഡിഫൈ ചെയ്യണം. ഗ്രൂപ്പായിട്ട് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. റോൾ പ്ലേ പോലുള്ളത്, മൈൻഡ് പോലുള്ള കാര്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കുട്ടികളും യുണീക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ചില കുട്ടികൾ വളരെ ലെസ് സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ അതേസമയം സ്കിൽഡ് ആയിട്ടുള്ള മറ്റു കുട്ടികളുണ്ടാവും. ഇവരെ ഒരുമിച്ച് ഗ്രൂപ്പ് ആക്കിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുവാണെങ്കിൽ ലെസ് സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികൾ കുറെ കൂടെ പ്രാക്ടീസ് ചെയ്ത് അവർ ഇംപ്രൂവ് ആവുമെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ അവർക്കൊരു ഇൻഫീരിയർ ആകാത്ത രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് ഡയറക്ടറസിന്റെ ഒരു ഡ്യൂട്ടി തന്നെയാണ്, അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ശരിക്കും ഒരു ഹിന്റ് കൊടുക്കുക, പ്രോംപ്റ്റ് കൊടുക്കുക. കണ്ടിട്ടില്ലേ നമ്മൾ ഈ കൊച്ചു കുട്ടികളെ എന്തെങ്കിലും ഒരു ആനിവേഴ്സറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുമ്പോൾ അവരെ ഫുൾ നോക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാവും. അവരുടെ ടീച്ചറായിരിക്കും അവരിപ്പോ ഡാൻസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് ഒക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളല്ലേ പെട്ടെന്ന് അവർക്ക് ചിലത് നല്ല ഫ്ലോയിൽ വരും, ചിലത് പെട്ടെന്ന് മറന്നു പോകും. ഇപ്പൊ ടീച്ചർ സൈഡിൽ നിന്ന് അവർക്ക് അതിന് വേണ്ടുന്ന ഒരു ഹിന്റ് ഒക്കെ കാണിച്ചു കൊടുക്കൂലേ. അപ്പൊ അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ അവർക്ക് വേണ്ടുന്ന പ്രോംപ്റ്റ്, ഹിന്റ് ഒക്കെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കാവുന്നതാണ്. കുട്ടി പ്രോഗ്രസീവായിട്ട് പോസിറ്റീവായിട്ട് മൂവ് ഫോർവേഡ് മുന്നിലേക്ക് വന്ന് കുട്ടിയുടെ ഗോള് അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള ഹിന്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കുക. നമ്മൾ എല്ലാ ഫീൽഡിലും അത് കാണാം. ഈവൻ സ്പോർട്സ് ഒക്കെ നടത്തുമ്പോൾ നമ്മള് ക്ലാപ്പ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കും അല്ലെ. അതൊക്കെ വലിയൊരു പാർട്ടാണ്, ഈ ഒരു ഡേ ആണ്. നമ്മൾ ക്ലാപ്പ് ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പലർക്കും ആ ഒരു മോട്ടിവേഷൻ ക്ലാപ്പ് ചെയ്ത് ചിലപ്പോൾ ബാക്കിലുള്ള ആൾക്ക് നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കുമ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നത് കാണാം. അങ്ങനെ ത്രൂ പ്ലേയിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ എബിലിറ്റീസും അവരുടെ നോളജും കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു
എക്സാം നടത്തുന്നതാണോ അതേ ഒരു കാര്യം പഠിപ്പിച്ച് ഒരു ഒരു കണ്ടന്റ് ഒരു പാരഗ്രാഫ് ഉണ്ടെന്നിരിക്കുക അത് കുട്ടികളെ കാണാതെ പഠിപ്പിച്ച് അവരെ കൊണ്ട് കാണാതെ എഴുതിപ്പിക്കുന്നതാണോ അത് തന്നെ ഒരു സിറ്റുവേഷൻ ആക്കിയിട്ട് റോൾ പ്ലേ ചെയ്യുമ്പോഴാണ് കുട്ടികൾ കൂടുതൽ പ്രോഗ്രസീവ് ആവുന്നത്. റോൾ പ്ലേ ആയിട്ട് ചെയ്യും. റോൾ പ്ലേ ചെയ്യും. ബിലോ ആവറേജ് നിൽക്കുന്ന കുട്ടി എബോ ആവറേജിലേക്ക് മാറാനുള്ള ഏറ്റവും വലിയൊരു മാർഗം ആ ഒരു പ്ലേ തന്നെയായിരിക്കും. ഇതായിരുന്നു വിഗ്ലോസ്കിയുടെ പ്ലേ മീൻസ് സോഷ്യലൈസ് ചെയ്യുക, പ്ലേ ത്രൂ പ്ലേ ഡെവലപ്പ് ചെയ്യുക, മെന്റൽ ഡെവലപ്മെന്റ് കുട്ടിക്ക് ഉണ്ടാവുക, അതൊക്കെയായിരുന്നു. ടീച്ചേഴ്സിനും പാരന്റ്സിനും ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാന്നാണ് വിഗ്ലോസ്കി പറഞ്ഞത്. വീട്ടില് നമുക്ക് പാരന്റ്സിനും ഇതേ കൺസെപ്റ്റ്, വീട്ടിൽ എന്തായാലും സിബ്ലിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പാരന്റ്സ് ഉണ്ടാവും, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, എന്തൊക്കെ വന്നാലും 3 പേര് മിനിമം വീട്ടിലുണ്ടാവുമല്ലോ. അച്ഛൻ, അമ്മ, കുട്ടി, അങ്ങനെ 3 പേരും ആണെങ്കിലും മിനിമം ഒരു 3 പേരെങ്കിലും ഒരു വീട്ടിൽ കാണും. അപ്പൊ അവർക്ക് കുട്ടിയുമായിട്ട് ചേർന്ന് ഇതുപോലുള്ള ചെറിയ പ്ലേ ഒക്കെ ചെയ്യിക്കാം. ചില കുട്ടികൾ ഭയങ്കര വാശിയായിരിക്കും, ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വാശി പിടിക്കും. അപ്പൊ ഇതുപോലുള്ള റോൾ പ്ലേ ക്രിയേറ്റ് ചെയ്ത് കുട്ടിയും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ചെയ്യുമ്പോഴേക്കും കുട്ടികൾക്ക് അതിൽ നിന്ന് ആ ഒരു മെസ്സേജ് അവർക്ക് അത് കിട്ടുവാണ്, അവർക്ക് മനസ്സിലാവും. അപ്പൊ അതൊക്കെ അങ്ങനെ ചെയ്യിക്കാം എന്നാണ് വിഗ്ലോസ്കിയുടെ ഒരു ഒബ്സർവേഷൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ വിഗ്ലോസ്കിയുടെ ആഫ്റ്റർ ഡെത്തിന് ശേഷം ഈ വിഗ്ലോസ്കിയുടെ തിയറിക്ക് ഭയങ്കര ഒരു അപ്രീസിയേഷനും എല്ലാരും അത് കാര്യമായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞത്. വിഗ്ലോസ്കി അന്ന് നമ്മൾ പറഞ്ഞിരുന്നു വിഗ്ലോസ്കിയുടെയും പിയാഗറ്റിന്റെയും തിയറികൾ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരാൻ കാരണം അവര് 2 തിയറിയുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു. പിയാഗറ്റ് ഒരു ലോൺലി ചൈൽഡ് ആയിരുന്നു. അതുകൊണ്ട് പിയാഗറ്റിന് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത്ര ഏജിൽ കുട്ടിക്ക് ഇതുപോലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഇതുപോലെ ഡെവലപ്പ് ചെയ്യും, ലേണിംഗ് പ്രോസസ് ഇങ്ങനെ നടക്കുന്നുള്ള രീതി പറഞ്ഞു. പക്ഷെ വിഗ്ലോസ്കി നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിച്ച ആളായതുകൊണ്ടാണ് വിഗ്ലോസ്കി സോഷ്യോ കൾച്ചർ, ആ കൾച്ചർ ഡിഫറൻസും എല്ലാം വിഗ്ലോസ്കി മനസ്സിലാക്കിയതാണ് ഇപ്പോഴുള്ള സ്കോളേഴ്സും റിസർച്ചേഴ്സും എല്ലാം പറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോവാം. ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ ഇന്നലെ. ഈ ഒരു പാരഗ്രാഫ് വായിച്ചു. നാച്ചുറൽ ഇൻഡിപെൻഡന്റ് ആവാനുള്ള നാച്ചുറൽ ടെൻഡൻസിയെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. നമ്മൾ പറഞ്ഞു നമ്മൾക്കും ഡെവലപ്പ് ചെയ്യാൻ നമ്മളും ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്ത് എൻവിയോൺമെന്റ് പ്രോപ്പർ ആയിരിക്കണം, എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് വി ആർ യൂസിങ് അവർ ഓപ്പർച്യൂണിറ്റി ആൻഡ് അവർ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഓൺലി ഇൻ ഇംഗ്ലീഷ്. അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചേ? ശരിയാണോ? ഓക്കെ, നെക്സ്റ്റ് വീക്ക് വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇന്ന് താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ സംസാരിക്കാം. ജസ്റ്റ് ട്രൈ ടു സ്പീക്ക്. നമ്മൾ മാത്രമേ ഉള്ളൂ. എന്റെ ഈ നമ്മുടെ ക്ലാസ് റൂമാണിത്. ഈ റൂമില് നല്ലൊരു പ്രൈവസി ഉണ്ട്. ഇവിടെ ആരും വരുമില്ല, കേൾക്കൂല. ആകെ ഞാനും മോനും ഹസ്ബൻഡും മാത്രമേ ഇവിടെ ഉള്ളൂ. അവർ 2 പേരും ഈ ഭാഗത്തേക്ക് വരില്ല. ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. പ്രത്യേകം ഈ റൂം ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്തതാ. പക്ഷെ കുറച്ചുകൂടി ഒന്ന് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. അവരുടെ കൂടെ കഴിയുമ്പോഴേക്കും എനിക്ക് ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കണക്ഷൻ എടുത്തിരിക്കുന്ന താഴേക്കാണ്. കറണ്ട് പോയാലും ഇൻവേർട്ടറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിട്ട് ആ ഡോർ ഓപ്പൺ ആക്കിയിട്ടില്ല, കേബിള് പോയിരിക്കും. സോ എല്ലാ പ്രൈവസി ഇവിടെ ഉണ്ടാവും. നമ്മൾ പറയണത് നമ്മൾ മാത്രമേ കേൾക്കുള്ളൂ. ഓക്കെ, ഫൈൻ. ആ ഒരു ഉറപ്പ് ഞാൻ തന്നെ. എനിക്ക് തോന്നുന്നു എന്റെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും. കുറെ പേര് നല്ല നല്ല വേർഡ്സ് പറയുന്നുണ്ട് പലർക്കുമായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. സോ ആരാ വായിക്കുക? ഇത്തിരി എനിക്ക് ത്രോട്ട് ഇഷ്യൂ ഉണ്ട്. ABCDEFG. The following are the important area of mental development. First, conception formation, development of problem-solving skills, development of sensation and perception,
development of memory, development of thinking and reasoning, development of imagination, language development. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളത് സെൻസേഷനിലൂടെ എന്താ മനസ്സിലാക്കണേ? സെൻസേഷൻ കുഞ്ഞുങ്ങൾക്ക് എല്ലാം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കഴിവ്, അതായത് നമ്മളുടെ വർത്താനത്തിന്റെ ടോട്ട് എങ്ങനെയാണ്, സങ്കടം നിറഞ്ഞതാണോ സന്തോഷമാണോ എന്താണെന്ന് വെച്ചാൽ അതുപോലെയുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതല്ലേ മാം? അതായത് നമ്മള് ചില ആളുകള് രമ്യ പറഞ്ഞത് ശരി തന്നെയാണ്. ചില ആളുകൾ സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോഴേക്കും ഭയങ്കര ക്രിട്ടിക്കലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ പറയില്ലേ സെൻസേഷൻ പലതും നഷ്ടപ്പെട്ടു, അതായത് മെഡിസിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, പെയിൻ കൊടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, പിന്നെ കോമയിലൊക്കെ പോകുന്ന പേഷ്യൻസിന്റെ കാര്യം പറയില്ലേ, സെൻസേഷൻ നഷ്ടപ്പെട്ടു, വായിലൂടെ ഭക്ഷണം ഇറക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഈ സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എബിലിറ്റിയാണ് ടു ഡിറ്റക്ട് സെൻസസ്. നമ്മുടെ സെൻസസ് എന്തൊക്കെയാ? ടച്ച്, നമുക്ക് ഫീൽ ചെയ്യുന്നത്, പെയിൻ അല്ലെ, വിഷൻ, അങ്ങനെ പലതും, ഹിയർ അല്ലെ, നമ്മൾക്ക് എന്തെല്ലാം സെൻസസ് ഉണ്ടോ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് സെൻസേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് ഹെലൻ കെല്ലറിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ അവർക്ക് ബാക്കിയുള്ള സെൻസസ് ഭയങ്കരമായിട്ട് ഷാർപ്പായിരിക്കും, അവരത് യൂസ് ചെയ്യും. സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എബിലിറ്റിയാണ് ടു ഡിറ്റക്ട് സെൻസസ്. അത് നമ്മളുടെ സെൻസ് ടച്ച് ചെയ്യാവുന്നത്, കാണാവുന്നത്, കേൾക്കാവുന്നത്, ടേസ്റ്റ് ചെയ്യാവുന്നത്, അങ്ങനെയുള്ള സ്മെല് ചെയ്യാവുന്നത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബോഡി എപ്പോഴും മൂവ് ചെയ്യുന്നുണ്ട്. മീൻസ് നമ്മളിപ്പോ ഈവൻ ഉറങ്ങുവാണെങ്കിൽ ഒരു ബ്രീത്തിങ്, ആ ഒരു റിതം ഉണ്ട് നമ്മുടെ ബോഡിക്ക്. പിന്നെ ചിലപ്പോ തിരിഞ്ഞു മറിഞ്ഞു കിടക്കും, എപ്പോഴും ഒരു മൂവ്മെന്റും നമ്മളുടെ ബോഡിയുടെ പൊസിഷൻ ഒക്കെ മാറുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കുട്ടി, ഒരു മോണ്ടിസോറി ഡയറക്ടറസിന് ഏറ്റവും ആദ്യം വേണ്ടത് ഒബ്സർവേഷൻ ആണ് അല്ലെ. ഒബ്സർവേഷൻ ആണ് ആളുടെ റെസ്പോൺസിബിലിറ്റി. പക്ഷെ ഈ ഒബ്സർവേഷൻ ശരിയായ രീതിയിൽ ചെയ്യണമെങ്കിൽ വേറെന്താ കൂടെ വേണ്ടത്? ഞാനൊരു മോണ്ടിസോറി ഡയറക്ടറസ് വിചാരിക്കും, നിങ്ങൾ എന്റെ കിഡ്സ് ആണ്, ക്ലാസ്സിലെ കുട്ടികളാണ്. എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒബ്സർവ് ചെയ്യാണ്. പക്ഷെ അന്ന് എനിക്ക് വീട്ടില് ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിച്ചു. ഇതും തലയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. എന്റെ ഒബ്സർവേഷൻ കറക്റ്റ് ആയിരുന്നു? അത്രയും കോൺസെൻട്രേഷൻ ആയിരിക്കണം അല്ലെ, എന്നാലാണ് എനിക്ക് കുട്ടികളെ ശരിക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ തലയ്ക്കകത്ത് വേറെ എന്തെങ്കിലും വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ചെയ്യുന്ന ജോലി കറക്റ്റ് ആയിരിക്കില്ല. ഞാൻ എന്നാ കുട്ടികളോട് ചെയ്യുന്ന ഒരു സിന്നായിരിക്കും ശരിക്കും. അത് തന്നെ, ഒരു ആത്മാർത്ഥത ഇല്ലാതായിരിക്കും. അപ്പൊ നമുക്ക് ഒബ്സർവേഷൻ കറക്റ്റ് ആയിരിക്കണം. ഒബ്സർവേഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് യു ഷുഡ് പ്രാക്ടീസ് യോഗ ആൻഡ് മെഡിറ്റേഷൻ എവറി ഡേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം അടുത്തൂടെ പോയാലും കോൺസെൻട്രേഷൻ ലെവല് നമ്മുടെ പോവുക. ക്ലാസ്സിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ദിവസം ഒരു 10 minutes ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. എവറി ഡേ യു ഹാവ് ടു പ്രാക്ടീസ് യോഗ ഓർ മെഡിറ്റേഷൻ. അത് നിങ്ങളുടെ കണക്ടിങ് വിത്ത് യുവർ പ്രേയേഴ്സ്. പ്രെയർ ചെയ്യുന്ന ടൈമിൽ അതിന്റെ ഒപ്പം ചെയ്താലും മതി. അതിന് വേണ്ടിയിട്ട് പ്രത്യേക സമയം കണ്ടെത്തണമെന്നോ ഒന്നുമില്ല. നമ്മുടെ ആ പ്രെയർ തന്നെ നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ പോലെ ചെയ്താലും ദാറ്റ്സ് എനഫ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആവേണ്ട ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ പറയുവാണെങ്കിൽ ഒബ്സർവേഷൻ പവർ ആണ്. സോ അതിന് ഹൈലി കോൺസെൻട്രേഷൻ തന്നെ വേണം. പിന്നെ അതുപോലെ തന്നെ പെർസെപ്ഷൻ ഈ ഡെവലപ്മെന്റ് സ്റ്റേജിൽ വരുന്നതാണ്. അതായത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആണല്ലേ എല്ലാം പിടിച്ചെടുക്കുന്നത്. നമ്മളൊരു വിഷൻ വരുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് സിഗ്നൽസും ബ്രെയിനിന് കിട്ടും. അത് നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഒരു ഇമേജ്.
അതിങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ബോഡിയുടെ ബാക്കി പാർട്ടിലേക്ക് എവിടെയൊക്കെയാണോ ആവശ്യം അവിടെയൊക്കെ ഈ സിഗ്നൽസ് ബ്രെയിൻ കൊടുക്കുകയാണ്. അപ്പൊ അതെല്ലാം ഡെവലപ്മെന്റ് സ്റ്റേജിന്റെ ഭാഗമാണ്. നമ്മൾ മെന്റൽ ഡെവലപ്മെന്റിന്റെ ഓരോ ഇമ്പോർട്ടന്റ് ഏരിയ ഡൊമൈൻസ് പറഞ്ഞു. കൺസെപ്ഷൻ ഫോർമേഷൻ ഫസ്റ്റ് വൺ. കൺസെപ്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമുക്ക് പല കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. പല കാര്യങ്ങളും കുട്ടികളാണെങ്കിലും ശരി, അവർ പലതും എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് അവരത് ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ അത് സോർട്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നു. ഒരു കാര്യം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നു. അതാണ് കൺസെപ്ഷൻ ഫോർമേഷൻ വരുന്നത്. ഇത് പലപ്പോഴും ജെനറ്റിക്കലായിരിക്കും. ചിലപ്പോ ജെനറ്റിക് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നവർക്ക് ഈ സോർട്ടിങ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും, ടഫായിട്ട് വരും. ജെനറ്റിക് ആണ് ഈ കൺസെപ്ഷൻ ഫോർമേഷൻ വരുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഫോർമേഷൻ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. കൺസെപ്ഷൻ ഫോർമേഷനേക്കാളും കൺസെപ്റ്റ് ഫോർമേഷൻ അതാക്കുവാണെങ്കിൽ സെന്റൻസ് കൺസെപ്ഷനേക്കാളും കൺസെപ്റ്റ് എല്ലാം ഫോം ചെയ്തത് സ്ട്രക്ചർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ട് സോർട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, വഴി കണ്ടുപിടിക്കുക. ഒരു കുട്ടിക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ വളരെ ഇതായിട്ടിരുന്ന് ആ വഴി, ഇപ്പൊ ഒരു കോഴിക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലും ഒരു പിക്ചറൊക്കെ ഉള്ളതാണെങ്കിൽ അമ്മക്കോഴിയുടെ അടുത്ത് കുഞ്ഞിനെ എത്തിക്കുക, വഴി കണ്ടുപിടിക്കുക എന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ചെയ്യും. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാ. അതുപോലെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള സ്കില്ല്. സെൻസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ, സെൻസസ് ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റി. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നമ്മൾ വിഷ്വലൈസ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ബ്രെയിൻ അത് പ്രോസസ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് കറക്റ്റ് സിഗ്നൽസ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും പ്രോബ്ലം അനാലിസിസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവർ കൂടുതൽ ആക്റ്റീവ് ആകാനായിട്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻസ് അവർ കണ്ടെത്തണം. ഓരോ കുട്ടിക്കും കൊടുക്കേണ്ട പ്രോബ്ലം അവരുടെ കുട്ടിയുടെ ഒരു യുണീക്നെസ് ഡിഫറൻസസ് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അതും നോക്കണം. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ആകില്ല. ആ ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ വേറെ കുട്ടികളിൽ അപ്ലിക്കബിൾ ആണെന്നില്ല. പക്ഷെ കുറച്ചെണ്ണം കഴിയുമ്പോൾ അവനിൽ അത് കൊടുക്കാനായിട്ട് വെച്ചു. അപ്പൊ അതിനനുസരിച്ച് വേണം കുട്ടികൾക്ക് പ്രോബ്ലം സോൾവിങ് കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു മെന്റൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നു, അവരുടെ തിങ്കിങ് ആൻഡ് റീസണിങ് അത് ഡെവലപ്പ് ചെയ്യുന്നു, ഇമാജിനേഷൻ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ്. പലപ്പോഴും നമുക്കറിയാം കുട്ടികളെ കൊണ്ട് കഥ ഉണ്ടാക്കാൻ പഠിപ്പിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുക, ഒരു ഹിറ്റ്, ഒരിടത്തൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് അടുത്ത ആളോട് അതിന്റെ ബാക്കി പറയാനായിട്ട് പറയുക, അതിന്റെ പേര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരിങ്ങനെ കഥ ഉണ്ടാക്കും. ഇമാജിനേഷൻ പവർ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, ഭയങ്കര നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ ഓരോ കഥ ഉണ്ടാക്കി പറയണത്. ഇല്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ അവർ ഇമാജിനേഷൻ പവർ അത് നമ്മൾ കറക്റ്റ് വേയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഈ ലൈസ് കള്ളം പറയുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് കിട്ടും. ഇതുപോലെ സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്കി കൊടുത്താൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒരു കൂടുതലും സെന്റൻസസ് യൂസ് ചെയ്യാൻ തുടങ്ങും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അത് നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ആയിട്ട് പലപ്പോഴും കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡ് എടുത്തിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രീതിയിലല്ല. ഇവരെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യിക്കുമ്പോൾ ഈ ഡയറക്ടർസ് ചില സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഡയറക്ടർസ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. കുട്ടി അതിങ്ങനെ റിപ്പീറ്റഡ്ലി കേട്ടോണ്ടിരിക്കുവാണ്. ബോൾ എന്ന് പറയുമ്പോഴേക്കും കുട്ടിക്ക് അറിയാം ഇത് പറയാനായിട്ട് ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ ഇതാണ്. പിന്നെ ആ കുട്ടി ബോളിന് പകരം വേറെ പലതും പറയുമ്പോൾ അങ്ങനെയാണ് ചേർത്ത് പറഞ്ഞ് അവന്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. അല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷിന്റെ
അങ്ങനെ പഠിപ്പിച്ചത്. ലെറ്റേഴ്സ് പഠിപ്പിക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിലുണ്ട്. അങ്ങനെ ലെറ്റേഴ്സ് പഠിക്കുന്നു. അത് സെൻസസ് യൂസ് ചെയ്തിട്ടാണ്, ടച്ച് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. നമ്മുടെ ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ ബ്രെയിൻലി ഇങ്ങനെ ടച്ച് ചെയ്ത് ചെയ്യുന്ന പോലെ തന്നെ കുട്ടികൾക്ക് അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് സാൻഡ് പേപ്പർ കൊണ്ടാണ് നമ്മൾ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. സാൻഡ് പേപ്പറിന്റെ പ്രത്യേകത എന്താ? ഇച്ചിരി ക്രിസ്പിയാണ്, തൊട്ടാലും മനസ്സിലാകും. ഹാർഡായിട്ടിരിക്കും. റഫ് ആയിരിക്കും അല്ലെ? അതിന്റെ അത് എത്രയോ 50 നമ്പറാണ് അതിന്. ആ നമ്പറിനനുസരിച്ച് ഇതിന്റെ റഫ്നെസ് മാറും. 50 ഉണ്ട്, 80 ഉണ്ട്. 80-ക്കാണോ റഫ്നെസ് കൂടുതൽ? റഫ്നെസ് കൂടുതൽ ഏതാണോ അത് നമ്മൾ വാങ്ങിച്ചിട്ട് ഏന്നുള്ള ലെറ്റർ നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു പിക്ചറിൽ ഏന്ന് കാണിക്കുന്നതിനേക്കാളും ഇവർക്ക് എപ്പോഴും ടച്ച് ചെയ്യുക, ചെറുപ്രായത്തിൽ ടച്ച് ഭയങ്കര കൂടുതലാണ്. എന്ത് കിട്ടിയാലും അവർ എടുത്തു നോക്കും അല്ലെ? ഇതിന് ടച്ച് ചെയ്യുമ്പോൾ ഒരു റഫ്നെസ്, സ്മൂത്ത് സർഫസിനേക്കാളും റഫ്നെസ് ഫീൽ ചെയ്യുമ്പോൾ അവർ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ കൈ ഓടിക്കും. അപ്പൊ ഏന്നുള്ള ലെറ്ററിന്റെ ആ ഒരു ലൈൻസിൽ മാത്രം ഈ റഫ്നെസ് ആയിരിക്കും. അപ്പൊ അവർക്കൊരു രസം തോന്നും. കാരണം ആ റഫ് ആയിട്ട ഭാഗത്തൂടെ പണ്ടൊക്കെ മണ്ണിൽ എഴുതിപ്പിക്കില്ലേ? പണ്ട് കാലത്ത് നിലത്തെഴുത്തുണ്ടായിരുന്നു. പേപ്പറിൽ ഇങ്ങനെ അവർ ആ ലെറ്ററിന്റെ ഷേപ്പിൽ നമ്മൾ ആ ലെറ്ററിന്റെ ഷേപ്പിലായിരിക്കും സാൻഡ് പേപ്പർ കട്ട് ചെയ്യുന്നത്. ഇവരിങ്ങനെ അതിലൂടെ ടച്ച് ചെയ്ത് അങ്ങനെയാണ് അവർ ലെറ്റേഴ്സ് പഠിക്കുന്നത്. അത് കഴിയുമ്പോൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കുമ്പോൾ ഡയറക്ടേഴ്സ് സെന്റൻസ് ആയിട്ട് കുട്ടികളോട് പറയും. അത് കേൾക്കുമ്പോൾ അവർ യൂസ് ചെയ്യാൻ തുടങ്ങും ലാംഗ്വേജ്. പ്രോപ്പർ വേയില് ഈ ലെറ്റേഴ്സും ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുവാണെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിക്കും. പലപ്പോഴും നമ്മളുടെ ഇവിടെയുള്ള മോണ്ടിസോറി കുറച്ചൊക്കെ ആയിട്ടുള്ള സ്കൂളുകളുടെ ഒരു പ്രശ്നം, ആ പ്രോപ്പർ വേയിൽ ആ പ്രാക്ടിക്കൽസ് കൊടുക്കുന്നില്ല. അതാണ് കുട്ടി സംസാരിക്കും എഴുതുന്നില്ല എന്നൊരു കംപ്ലൈന്റ് മോണ്ടിസോറി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വരുന്നത് പലപ്പോഴും. നിങ്ങളൊരു എല്ലാവരും പറ്റുവാണെങ്കിൽ ഒരു ബുക്ക് വായിക്കണം, ടോട്ടോ ചാൻ എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും വായിച്ചിരുന്നോ? ഏതോ ഒരു ക്ലാസ്സിലൊക്കെ ഏഴാം ക്ലാസ്സിലാന്ന് തോന്നുന്നു മലയാളത്തിന് അതിനെപ്പറ്റി പഠിപ്പിക്കാനുണ്ട് ടീച്ചറെ. 7th സ്റ്റാൻഡേർഡ്. അതെ അതെ. നെയിം ക്ലിയർ ആയില്ല മാം, എന്താണ്? ടോട്ടോ ചാൻ ഒരു പെൺകുട്ടിയാ, ജാപ്പനീസ്. അവരുടെ കഥ പഠിപ്പിക്കാനുണ്ട്. അതെ, ബുക്ക് ഉണ്ട് ടോട്ടോ ചാൻ പറഞ്ഞിട്ട് മലയാളം, അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ. കുട്ടി പഠിക്കുന്നത് മോണ്ടിസോറി സ്കൂളിലാണ്. ആ സ്കൂളിന്റെ രീതികളും അവിടെ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആക്ടിവിറ്റികളും എല്ലാം ആ ബുക്കിലുണ്ട്. അത് നമ്മൾ നല്ല രസമായിട്ട് ഒന്ന് വായിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാരും അതൊന്ന് വായിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അവിടെ ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. മരത്തിൽ കയറാൻ പോകുന്നതോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി തന്നെ ഈ സ്കൂളിൽ പോകുന്നത് ട്രെയിനിൽ തന്നെയാ പോകുന്നത്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ? ഹൈസ്കൂൾ ആയാൽ തന്നെയും ബസ്സിന് വിടാൻ തന്നെ, ലൈൻ ബസ്സിന് വിടാൻ തന്നെ അമ്മമാർക്ക് ടെൻഷനാണ്. ഈ കുട്ടി തന്നെ ട്രെയിൻ കയറിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതൊക്കെ നല്ല രസമായിട്ട് അതിനകത്ത് ഉണ്ടാവും. പറ്റിയൊന്നും വായിക്കാം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എല്ലാമായി. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൊവൈഡിങ് എ നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. പിന്നെ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും റോൾസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ആ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ട്രെയിൻ ഓടുന്നല്ലേ ടീച്ചറെ? ഒരു ദിവസം ഒന്നും അങ്ങനെ സംഭവിക്കുന്നു? ട്രെയിൻ ഒരു ദിവസം അവർക്ക് വേണ്ടി മാത്രം ട്രെയിൻ ഓടുക. അതന്നെ. നല്ല രസം അത് വായിക്കാനായിട്ട്. പക്ഷെ കുറെ എണ്ണം ചെല്ലുമ്പോഴേക്കും നമുക്ക് ഒത്തിരി വിഷമമുള്ള കുറെ കാര്യങ്ങളും അതിനകത്ത് വരുന്നൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ടോട്ടോച്ചാൻ പിൽക്കാലത്ത് ടോട്ടോച്ചാൻ എഴുതുന്നതായിട്ടാണ് ആ ബുക്ക് നമ്മൾ വായിക്കുന്നത്. ടോട്ടോച്ചാന്റെ വരികളിലൂടെയാണ് നമ്മൾ ആ സ്കൂളും ടോട്ടോച്ചാനെ പഠിപ്പിച്ച ടീച്ചറെയും അവിടെ പഠിക്കാൻ വന്ന കുട്ടികളെയും എല്ലാം അറിയുന്നത്. ടോട്ടോച്ചാൻ അതിനെ പറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പേരൊന്നും കൂടി പറയാം മിസ്റ്റർ. ഇവിടെ എഴുതാം. ടോട്ടോച്ചാൻ തന്നെയാണ് ബുക്കിന്റെ പേര്, മലയാളത്തിലുണ്ട്. ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടുമായിരിക്കും. ടോട്ടോച്ചാൻ ആമസോണിൽ ഉണ്ടാവുമായിരിക്കും. പിന്നെ പുസ്തകം ഒരു ആപ്പ് ഉണ്ട്, അവര് ട്രിവാൻഡ്രത്തുള്ളവരാ.
അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബുക്കാണോ വേണ്ടത് അത് അവർ ആ ഡീലറെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുക, അതിന്റെ ഫുൾ കഥ കിടക്കുന്നുണ്ട് ടീച്ചറെ. അതായാലും മതി. ട്രാൻസ്ലേഷനും കിടക്കുന്നുണ്ട്, മറ്റേ ഇംഗ്ലീഷിലുള്ള അതും കിടക്കുന്നുണ്ട്. എന്റെ അതിന്റെ കോപ്പി ഉണ്ട് ടെക്സ്റ്റ് ആ ബുക്ക്. സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു കൃഷി മാഷ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പാഠത്തിന്റെ പേരെന്ന് തോന്നുന്നു. എന്നിട്ട് ടോട്ടോച്ചാൻ ഈ കൃഷി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷി പഠിക്കാൻ വേണ്ടി ടോട്ടോച്ചാനും കുട്ടികളും കൂടി അവിടെ വരുന്നതാണ്. അപ്പൊ കൃഷി മാഷിനെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. അപ്പൊ അത് ടീച്ചറായിട്ട് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചെളിയിൽ ഇറങ്ങി ഞാറ് നടുന്നതും എല്ലാതും. അത് അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട് ഇവർക്ക് പഠിക്കാനായിട്ട് 6ാം ക്ലാസ്സിൽ. 6-ലല്ല 5-ലാന്ന് തോന്നുന്നു. 6-ലല്ല 5ാം ക്ലാസ്സിൽ. ഈ കൃഷി മാഷ് എന്ന് പറഞ്ഞ ആള് ടീച്ചർ അല്ല, അവിടുത്തെ ഫാർമർ ആണ് അല്ലേ? അവിടുത്തെ ഫാമറാണ്. പക്ഷെ മാഷ് എന്ന് പറയാണ് കുട്ടികൾ. അത്രയും കാര്യങ്ങൾ കുട്ടികൾ അതിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ടോട്ടോജാൻ അവിടെ പഠിക്കാൻ വരുന്നതാണ്. എന്റെ മോൻ ഈ വർഷമാണോ കഴിഞ്ഞ വർഷമായിരുന്നു എനിക്ക് ഓർമ്മയില്ല, അവർക്കും ഉണ്ടായിരുന്നു ടോട്ടോച്ചാന്റെ കുറച്ച് ഭാഗം. പിന്നെ മാം ഇംഗ്ലീഷിലും ഉണ്ടായിരുന്ന ഒരു പാഠം 6ാം ക്ലാസ്സിലാട്ടെന്ന് തോന്നണം. ഒരു പോളിയോ ബാധിച്ച ഒരു കുട്ടീനെ മരം കയറ്റണത് ടോട്ടോച്ചാൻ സ്റ്റേറ്റ് സിലബസിലാ. 5ാം ക്ലാസ്സിലെ പോളിയോ ബാധിച്ച ഒരു കുട്ടിയെ മരത്തിൽ കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യണവള്. അതും 5ാം ക്ലാസ് ഇംഗ്ലീഷിലാണ് സ്റ്റേറ്റ് സിലബസിന്റെ. നല്ല കഥകളാണ്. നമുക്ക് ക്ലാസിന്റെ പാഠപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പൊ കൃഷി മാഷ് എന്നുള്ളത് ആ ഒരു സെഷൻ മാത്രം. ഇപ്പൊ കുട്ടിയെ മരത്തിൽ കയറ്റാനായിട്ട് അത്രയും. പക്ഷെ ഇത് ഫുൾ വായിച്ച കുറേ രസകരമായ കാര്യങ്ങളുണ്ട് അതില്. പിന്നെ ആ കുട്ടിയുടെ പേര് ആസുവാക്കി ചാൻ എന്നാണ്. ആ കുട്ടിയുടെ പോളിയോ ബാധിച്ച കുട്ടിയുടെ പേര് ആസുവാക്കി ചാൻ എന്നാണ്. ജനാലിക്കരികിലെ വികൃതി കുട്ടി ടോട്ടോച്ചാൻ. കറക്റ്റ്. അങ്ങനെ എന്തോ ആണ്. അങ്ങനെ തന്നെയാണ് ആ ബുക്കിന്റെ പേര്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ 2 പ്രാവശ്യം വായിച്ചു അത്. നെക്സ്റ്റ് നമുക്കൊരു നർച്ചറിങ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് വീട്ടിലും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ശരിക്കും വിഗ്ഡോസ്കി പറഞ്ഞ കാര്യമാണ് ഈ പ്രൊവൈഡിങ് നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് അറ്റ് ഹോം. വീട്ടിലും സ്കൂളിലും നമ്മൾ ഇതുപോലെ ത്രൂ പ്ലേ കുട്ടികളെ എബോവ് ആവറേജ് ആക്കുക. ഈ അക്കാദമിക് ബ്രില്യൻസിന് വേണ്ടിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അവർക്ക് ലൈഫിൽ അവരുടെ ഗോള് സെറ്റ് ചെയ്യുക, അവരുടെ ആസ്പിരേഷൻ എന്താണോ അത് അച്ചീവ് ചെയ്യുക. കാരണം ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫോക്കസ് ഇല്ലാതെ കുട്ടികൾ പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ആ ഫോക്കസിങ് കറക്റ്റ് ആവുന്നുണ്ട് പലർക്കും. അപ്പൊ അത് തന്നെ നമ്മുടെ വീടുകളിലും സ്കൂളിലും നമുക്ക് ഒരേപോലെ ഇതുപോലെ പ്ലേ ഉള്ള ഒരു സിറ്റുവേഷൻ കിട്ടുവാണെങ്കിൽ കുട്ടി ബിലോ ആവറേജ് എന്ന് വിചാരിക്കുന്ന കുട്ടികൾ തന്നെ എബോ ആവറേജിലേക്ക് പോകുന്ന ഒരു പ്ലേ കൊടുക്കുമ്പോ അതിനനുസരിച്ച് കുട്ടികളെ സെലക്ട് ചെയ്യും. ഓക്കെ ഓക്കെ, ആരെങ്കിലും ഒന്ന് വായിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഈ 2 വായിക്കട്ടെ. By giving them the opportunity to explore and experiment, by talking to them and boost them to talk, by allowing them to ask questions and arousing their curiosity, by indulging in dialogues and communicate with them. അടുത്തത് വായിച്ചോ, റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഞാനാണോ മാം? ആരെങ്കിലും മതി. ഞാൻ വായിക്കട്ടെ മാം. To provide a warm and a nurturing environment, to listen to them and have a dialogue instead of instructing does and don'ts. To be sensitive to their feelings, to set expectation according to age and individual ability, to avoid showing favoritism amongst them, to avoid comparison with other children, to help them in attaining social and emotional maturity, to be delicate in behavior towards them. ശരി മാം.
ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. കമ്പയർ ചെയ്യരുത്, അവരെ ബൂസ്റ്റ് ചെയ്യണം, പല കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ ബൂസ്റ്റ് ചെയ്യണം. to give them all the opportunities to explore. അത് തന്നെയാണ് നമ്മളുടെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആവുന്ന നിങ്ങൾക്കും. We have to provide opportunities for you people to explore and experience. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികളെയും ഹാൻഡിൽ ചെയ്യേണ്ടത്. അവരോട് സംസാരിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, അവരെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിപ്പിക്കുക. Allow them to ask questions. ശരിക്കും പറഞ്ഞ ഒരു ടീച്ചർ എന്നുള്ള വാക്കിനേക്കാൾ ഒരു കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലേ കറക്റ്റ് വേണ്ടേ? കുട്ടികൾ ചോദിക്കട്ടെ, അവരുടെ ക്യൂരിയോസിറ്റി അത് ശരിക്കും അറോസ് ചെയ്യണം എന്ന് പറയുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര വൈ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും അല്ലെ. എവറി ടൈം ദേ ആർ ആസ്കിങ് why it is like that, why it is like this, why it won't be like this, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വൈ ക്വസ്റ്റ്യൻസ് കുട്ടികൾ എല്ലാവരും എപ്പോഴും ചോദിക്കും. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ അങ്ങനെ ഇരിക്കാതെ, അങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികൾ ചോദിക്കാതെ എപ്പോഴും അവരുടെ ക്യൂരിയോസിറ്റിയെ നമ്മൾ അഡ്രസ് ചെയ്യണം. അത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം പറയാം. പിന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ഡയലോഗ് ഫോർമേഷൻ എപ്പോഴും നടക്കണം. ഇപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും വീടുകളിൽ കുറഞ്ഞു വരിക. എല്ലാരും ഇങ്ങനെ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് ഇങ്ങനെ മുങ്ങി തപ്പുന്ന കാരണം ഈവൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുക വേറൊരു ടൈമില്. ചില കുട്ടികൾ ഉറങ്ങാൻ പോകുന്ന പീക്ക് ടൈം ആയിരിക്കും. ചിലര് ചിലപ്പോൾ ഹോംവർക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വിശന്നിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ശരിക്കും അവരുടെ ഒരു ടൈം അങ്ങോട്ട് മോഷ്ടിക്കപ്പെടുവാണല്ലോ. 8 to 9 ആ ഒരു ടൈമിൽ അവർക്ക് ചില നീഡ്സ് ഉണ്ടായിരിക്കും. നമ്മൾ അത് ഷെഡ്യൂൾ ചെയ്യാം. ക്ലാസ് ഉള്ള ദിവസം അവർക്ക് നേരത്തെയോ ആ രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് പ്രോപ്പർ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ അവർ സംസാരിക്കാൻ കുറച്ചൊരു ടീനേജ് ഒക്കെ ആവുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. വേറെ ആളുകളെ അന്വേഷിച്ച് സംസാരിക്കാൻ അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വരുന്നത്. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന്റെ ഒരു തുടക്കം എന്ന് പറയാം. അപ്പൊ ഒരു ഫെസിലിറ്റേറ്റർ, ഈ ടീച്ചർ എന്നുള്ള വാക്ക് നമുക്കത് മാറ്റി ഫെസിലിറ്റേറ്റർ കേട്ടോ. ഫെസിലിറ്റേറ്റർ പാരന്റ്സും ചെയ്യണം. അവരുടെ റൂൾസ് ഇത് നമ്മൾ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ ഉള്ളിലുണ്ട്, നമുക്കറിയാം. ബട്ട് സംഹൗ സംടൈംസ് അതൊന്ന് മിസ്പ്ലേസ്ഡ് ആയി പോകും. നെക്സ്റ്റ്, milestones of development and stimulating the child. മൈൽസ്റ്റോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, നാഴികക്കല്ലെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. കുട്ടികളെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാം, എങ്ങനെ അവരെ ട്രിഗർ ചെയ്യാം, എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം. കുട്ടികളുടെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമ്മൾ പലപ്പോഴും ഫിസിക്കൽ ഡെവലപ്മെന്റ് കാണുമ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കാം. പക്ഷെ അവരുടെ മെന്റൽ ഡെവലപ്മെന്റിന്റെ റേറ്റ് വ്യത്യാസമായിരിക്കും, പലപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ചില കുട്ടികൾ പെട്ടെന്ന് നല്ലപോലെ സംസാരിക്കുന്നു, അവർ എഴുതാൻ തുടങ്ങും. ചില കുട്ടികൾ കുറച്ച് സ്ലോ ആയിരിക്കും, സ്ലോ ലേണേഴ്സ് ഉണ്ടാവും. പക്ഷെ കുറെ ഒരു പ്രാക്ടീസിലൂടെ അവരെയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. മൈൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കുട്ടി പറയുന്ന രീതിയിൽ മൈൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അത് 23 പോയിന്റ്സ് ഉണ്ട്. അതോടുകൂടി നമുക്ക് ഈ സെഷൻ തീരുവാണ്, ഈ ക്ലാസ് കഴിയണം. ഇത് വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു 5 പോയിന്റ്സ് വെച്ചിട്ട് ഓരോരുത്തരായിട്ട് 23 അല്ലേ, 6 പോയിന്റ്സ് വെച്ചിട്ട് 4 പേര് വായിച്ചു കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. 4 പേർക്ക് ചാൻസ് കിട്ടും, ഓപ്പർച്യൂണിറ്റി. യെസ്, ഫസ്റ്റ് 6. നിങ്ങൾ തമ്മിൽ ഡിസൈഡ് ചെയ്തു? പ്ലീസ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് 9 o'clock ആവാറായി. മാം റീഡ് ചെയ്യാനല്ലേ മാം?
Please, up to 6 points. 6 points for each person. Okay, I'll read, ma'am. Milestones attributing different stages of development. I am 6 months old. I can sit. I love to look at interesting mobile phones on cradle. I try to grasp things in my hands. I love to hold and shake rattle. I express myself. I love to imitate repetitive sounds like baba, bye, crying, pa, pa, da, da, and koi. I smile One more. seeing my mother. I love to play peekaboo, hide and seek. ഓക്കെ സോ ഒരു 6 month ഓൾഡ് ആയിട്ടുള്ള ഒരാള് പറയുന്ന പോലെ അല്ലെ, ആ 6 month ഓൾഡിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ലവ് ടു ഹോൾഡ്, he or she whatever it is, love to hold and shake rattle. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ടോപ്പിക്. പിന്നെ എക്സ്പ്രസിങ് herself or himself. പിന്നെ പലപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുന്നു ചില സൗണ്ട്സ് ലൈക്ക് ബാബ, ലൈക്ക് ക്രൈങ്, പാപ്പ, ഡാഡ, കുവി. ചില കുട്ടികൾ നല്ലപോലെ കൂന്ന് കേൾക്കാം ആ സമയത്ത്, അമ്മയെ കാണുമ്പോ ചിരിക്കും. ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചു കളി. ഇങ്ങനെ നമ്മള് കുട്ടികളെ ഇങ്ങനെ കളിപ്പിക്കാനായിട്ട് കാണിക്കുക, ഒളിച്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം പൊത്തിയിട്ട് ചെയ്യാറില്ലേ, ഒരു ഭയങ്കരമായിട്ട് ആ സമയത്ത്. നെക്സ്റ്റ് 6, 7 to 12. ആരാ വായിക്കാൻ? സ്ക്രീൻ കാണാനില്ല മാം. സ്ക്രീൻ കാണുന്നില്ലേ? എന്തെന്ത് സ്ക്രീൻ ഷെയറിംഗ് പോയി മാം. അതെയോ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. കാണാമോ? യെസ് മാം, കാണാം. 7 തുടങ്ങി 12 വരെ. I read, ma'am. Yeah, yes, please. Hi, ma'am. Yeah, yes. Hi. Amma വായിക്കട്ടെ ട്ടോ. I begin to search for the objects as they move out of sight. I love to play the game hide and seek. 8 points. I am 1 year old now. I can run. I love to jump, hop, and run in an ample space. I can climb stairs with support. I love to play ball games. I can talk to Mamagon. I love to play with the toys which I can manipulate. I can drink milk, ask for food, and I love to help my mother in her daily chores. I can follow simple instructions of my Okay, ma'am. Okay. I begin to search for the objects. ആ 6 month ഓൾഡിന്റെ കാര്യമായിരുന്നു. അവരുടെ മുന്നിൽ നമ്മൾ എന്തെങ്കിലും മാറ്റി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഇങ്ങനെ അന്വേഷിക്കും അല്ലെ. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഇഷ്ടമാണ്. Now it is 1 year old. 1 year old now. I can run. I go to jump, hop, തളച്ചാട്ടം പോലെ അങ്ങനത്തെ ചാടാനും. റണ്ണിങ് ആംപിൾ സ്പേസ്, ഇനഫ് സ്പേസ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ പോലെ നോക്കും. സ്റ്റേഴ്സ് ക്ലൈംബ് ചെയ്യും വിത്ത് സപ്പോർട്ട്. പിന്നെ ബോൾ ഗെയിംസ്, ബോൾ ഉരുട്ടി അങ്ങനെയൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് 1 year ഒക്കെ ആവും. ഐ ക്യാൻ ടോക്ക് ടു മാമക്കോൺ. മാമക്കോൺ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് മദർ എന്നുള്ള ഒരു ഗെയിം എന്തുണ്ട് മാമക്കോൺ എന്ന് പറഞ്ഞിട്ട്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മദറാണ്. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ട് ബേബിയെ നോക്കുന്ന അങ്ങനെ എന്തോ ഒരു ഗെയിമാണ് ഇത്. സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ, ജാപ്പനീസ് അങ്ങനെയൊക്കെ വന്നാണല്ലോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ ഉള്ളൊരു ഗെയിമാണ് മാമക്കോൺ എന്ന് പറയുന്നത്. പിന്നെ ടോയ്സ് വെച്ച് കളിക്കാൻ ഇഷ്ടമാണ്. വിച്ച് ഐ ക്യാൻ മാനിപ്പുലേറ്റ്. ടോയ്സ് കൊണ്ട് അവർ അതിനോട് തന്നെ താനെ സംസാരിച്ച് അതിനെ കുളിപ്പിച്ച് അതിനെ പിടിച്ച് അങ്ങനെയൊക്കെ കളിക്കുമല്ലോ. മാനിപ്പുലേറ്റ് ചെയ്യും ഒരു യൂസിങ് ടോയ്സ്. പിന്നെ കുറച്ചുകൂടെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങും. പിന്നെ അമ്മ തുണി മടക്കി വെക്കുവാണെങ്കിൽ കൂടെ കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി. ടോയ്സ് എല്ലാം കളക്ട് ചെയ്ത് ഒരു ഭാഗത്ത് വെക്കാനുള്ള ടെൻഡൻസി. സോ ഷീ ഈസ് ടെല്ലിങ് ലൈക്ക് ഐ വിൽ ഹെൽപ്പ് മൈ മദർ ഡെയിലി കോഴ്സ്. നെക്സ്റ്റ് 13 തുടങ്ങി 16 വരെ വായിക്കൂ. കാരണം 4 years ഓൾഡ് തുടങ്ങി അടുത്ത ആൾക്ക് വായിക്കാമല്ലോ. 13, 14, 15, 16. ഞാൻ വായിക്കാം. I can follow simple instruction of my age. I love to be with
with the other children. I can express my toilet needs. I am 3 years old. Next ബാക്കി കാണുന്നില്ല മാം. Also, Okay, thank you. ഉണ്ടല്ലേ? I can jump, hop, and run. I love to dance at the beat of music. I am 4 years old. I can ride a bicycle. I love to ride a tricycle. okay, fine. Okay, so നമ്മൾ 1 year കഴിഞ്ഞു. സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തു. പിന്നെ മറ്റു കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നും, അവരുമായിട്ട് കളിക്കാനൊക്കെ ആയിട്ട് തോന്നും. പിന്നെ ടോയ്ലറ്റ് നീഡ്സ്, ഇഫ് ഇറ്റ് ഇസ് പീ ഓർ യൂറിനേറ്റ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ ടോയ്ലറ്റ് നീഡ്സ് കുട്ടി എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. 3 years old ആയി. ജംപ്, അതുപോലെ തന്നെ ഹോപ്പ് ആൻഡ് റൺ, അതുപോലെ തന്നെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. മ്യൂസിക് കേൾക്കുമ്പോ തന്നെ അവരിരുന്ന് ഇങ്ങനെ ആടുന്ന കാണാം അല്ലെ. 4 years old ആയി. ഐ ക്യാൻ റൈഡ് എ ബൈസൈക്കിൾ. അപ്പൊ ആ സമയത്ത് ട്രൈസൈക്കിൾ 3 ടയറായിട്ട് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ടൈമാണ്. കാരണം അവര് 2 ടയറിൽ ബാലൻസ് ചെയ്യാനായിട്ടില്ല. അപ്പൊ ട്രൈസൈക്കിൾ 19 തുടങ്ങി 23 വരെ ലാസ്റ്റ് ഒരു മൈൽ സ്റ്റോൺസ് ആരാ വായിക്കുന്നത്? ഞാൻ വായിക്കാൻ വെച്ചോ. സജനയല്ലേ വായിക്കാന്ന് പറഞ്ഞേ? I can dress and undress and I love to dress and undress myself. 20. I can identify objects. I love to play with different materials like animals, fruits, vegetables and explore the texture, size and shape. 21. I can speak in sentence and express my feelings and needs. 22. I love to scribe and color using crayons. 23. I can take care of my toilet. I love to play with children of my age. I love to listen to stories of animals. I love to recite rhymes. ഓക്കെ, 4 years old. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രൈസൈക്കിൾ പറ്റും. പിന്നെ തന്നെ ഡ്രസ് ചെയ്യാനും ഡ്രസ് ഊരാനും ഒക്കെ അറിയാൻ പറ്റും. അതാ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവുക. അതാ കൂടുതൽ ഇഷ്ടം വേറൊരാൾ ചെയ്യുന്നതിനേക്കാൾ. ചിലപ്പോ അവര് ഈവൻ അവരൊരുങ്ങുന്നത് മാത്രമല്ല മറ്റുള്ളവരെ അവര് ഒരുക്കും. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം. പിന്നെ ഒബ്ജക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പല മെറ്റീരിയൽസ് വെച്ചിട്ട് അവർ കളിക്കാനായിട്ട് തുടങ്ങും, ലൈക്ക് ആനിമൽസ്, ഫുഡ്സ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കുട്ടികൾക്ക് ചെറിയ ചെറിയ ഫ്രൂട്ട്സിന്റെ ഒക്കെ അങ്ങനെ കിട്ടുമല്ലോ വാങ്ങാൻ. അതെല്ലാം പിന്നെ കുക്കിംഗ് സെറ്റും അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ടൈമല്ലേ. വെജിറ്റബിൾസ് അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങും. സൈസും ഷേപ്പും ഒക്കെ അവര് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങും. ഫീലിങ്സും നീഡ്സും എല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. എഴുതാനും വീട്ടിൽ ചെന്ന് നമുക്ക് കാണാം ഭിത്തിയിലൊക്കെ ഇങ്ങനെ വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അവര് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ പീർ ഗ്രൂപ്പുമായിട്ട് ഒരേ ഏജിലുള്ള കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് തുടങ്ങും. അതായിരിക്കും കൂടുതൽ ഇഷ്ടം. പിന്നെ സ്റ്റോറീസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില കുട്ടികൾ ഇങ്ങനെ രാത്രി കഥ പറയണം എന്നും പറഞ്ഞ കഥ പറഞ്ഞ് അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന കുട്ടികളുണ്ടല്ലോ, അമ്മമാരിങ്ങനെ കഥ പറഞ്ഞു. പിന്നെ ചെറിയ ചെറിയ റൈംസ് അത് പറയാനായിട്ട് അവർക്ക് ഇഷ്ടമായിരിക്കും. നമ്മളുടെ ഈ ഒരു തന്നെ പല കുട്ടികളും ഈ ഒരു പല സ്റ്റേജസിലുള്ള ഈ കുട്ടികളുള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. സോ we will meet next week. Okay, I am writing up. Thank you, ma'am. Thank you, ma'am.